സാർ, മാഡത്തിന്റെ കാറുള്ള സ്ഥലം ട്രേസ് ചെയ്തു സാർ. ആ കാറിന്റെ ചുറ്റുവട്ടത്തുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും അറിയോന്ന് ചോദിക്കും. സെൻഡ് മീ ദ ലൊക്കേഷൻ. ഐ വിൽ ബി ദേർ. ലൊക്കേഷൻ ഷെയർ ചെയ്തിട്ടുണ്ട് സാർ. ഓക്കെ, ഞാൻ അങ്ങോട്ട് വരാം. പറയൂ എഴുമലേ. സാർ, ഇദ്ദേഹം ഇപ്പോൾ ഒന്നും എഴുതുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ നേരത്തെ എഴുതി വെച്ചൊക്കെ ഒന്ന് എടുത്ത് വായിച്ചു നോക്കിയാൽ ഒന്നും കഥയായിട്ട് തോന്നില്ല സാർ. യഥാർത്ഥത്തിൽ നടന്ന കേസുകളാ സാർ. അണ്ണാനഗറിൽ 2013 ഒരു കിഡ്നാപ്പിംഗ് മർഡർ കേസ് നടന്നിരുന്നു. അതങ്ങനെ നേരിൽ കണ്ടമാതിരി തന്നെ എഴുതി വെച്ചിട്ടുണ്ട് സാർ. സാർ, അന്നത്തെ കേസിന്റെ വിധി കഴിഞ്ഞ വർഷമാണ് സാർ വന്നത്. ഇദ്ദേഹത്തിന് 2013 എഴുതി വെച്ചിട്ടുണ്ട് സാർ. എടോ, ഇതൊക്കെ വിശ്വസിക്കുന്ന പോലെയാണോ ഉള്ളത്? പുതിയതായിട്ട് എന്തെങ്കിലും എഴുതിയെങ്കിൽ പറ. സാർ, നിങ്ങളെ ഞാൻ വിശ്വസിക്കുന്നു. എന്താ സാർ, നിങ്ങൾ എഴുതുന്ന കാര്യം അതേപോലെ നടക്കുന്നുണ്ടല്ലോ. എന്തിനാ സാർ ഈ കൊലപാതകത്തെ കുറിച്ച് ഇങ്ങനെ എഴുതും? നല്ല കാര്യങ്ങളെ കുറിച്ച് എഴുതിക്കൂടെ? ക്രൈം നോവലിന്റെ സസ്പെൻസ് അത് തന്നെയല്ലേ. ക്ലൈമാക്സ് വരെ ഇങ്ങനെ അങ്ങ് പോവും. അവസാനം തീരുമ്പോഴായിരിക്കും നല്ലത് നടക്കുന്നത്. സാർ, എന്തിനാ സാർ ആ പെങ്കൊച്ചിനെ ഇങ്ങനെ ക്രൂരമായി ഉപദ്രവിച്ച് അതിന്റെ അമ്മയും പോലീസുകാരെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? നേരെ അങ്ങ് അവസാനം ഭാഗം എഴുതിയ പോരെ നിങ്ങൾക്ക്? ലാസ്റ്റ് പേജ് ആദ്യം എഴുതാൻ പറ്റില്ലല്ലോ. സർ, മാഡത്തിന്റെ സെൽഫോൺ സിഗ്നൽ ട്രാക്ക് ചെയ്ത് നോക്കിയപ്പോൾ ലാസ്റ്റ് ഈ ലൊക്കേഷനിലാണ് ആക്റ്റീവ് ആയിരിക്കുന്നത്. ഈ സർക്കിൾ സെർച്ച് ചെയ്തപ്പോൾ കാർ ഇവിടെ ഉണ്ടെന്ന് ഇൻഫർമേഷൻ കിട്ടി. അടുത്തുള്ളവരോടെല്ലാം ചോദിച്ചപ്പോൾ അവർക്കാർക്കും ഒന്നും അറിയില്ലെന്ന് പറഞ്ഞു. ഈ റോഡ് എങ്ങോട്ടാ പോകുന്നത്? സാർ, ഇവിടെ തീരുവ. കാർ പഞ്ചറായിട്ടുണ്ട് സാർ, ബട്ട് പ്രോപ്പറായിട്ടാണ് ലോക്ക് ചെയ്തിരിക്കുന്നത്. കാർ പഞ്ചറായ ഉടനെ പഞ്ചർ ഒട്ടിക്കാനുള്ള ആരെങ്കിലും കിട്ടുമെന്ന് നോക്കി കാണും, അല്ലെങ്കിൽ വീട്ടിലേക്കെങ്കിലും വിളിച്ചു കാണും. ഇത് രണ്ടും നടന്നിട്ടില്ല സാർ. അപ്പം കിഡ്നാപ്പ് ആവാൻ സാധ്യതയില്ല സാറേ, ബട്ട് പ്രോപ്പറായിട്ടാണ് ലോക്ക് ചെയ്തിരിക്കുന്നത് ഡോറ്. ഒരു പക്ഷേ ഡോറ് ക്ലോസ് ചെയ്തിട്ട് ആരെങ്കിലും വിട്ടാൽ മതിയെന്ന് വിചാരിച്ചായിരിക്കും. ആയിരിക്കാം. ലോക്കൽ സ്റ്റേഷനെ വിളിച്ച് സർ, ഈ ഏരിയയിൽ എവിടെയെങ്കിലും ചെക്ക് പോസ്റ്റ് ഉണ്ടോ എന്ന് അന്വേഷിച്ചു. ഷുവർ സർ. Just for clarification. Thank you, sir. സർ, ഈ ഏരിയയിൽ ചെക്ക് പോസ്റ്റ് ഒന്നും ഇല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പറയാൻമാർ സാറ് പറഞ്ഞ പോലെ പൂജയുടെ ലാസ്റ്റ് ആക്റ്റീവ് ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത് പോയപ്പോ അവരുടെ ബിലോങ്ങിങ്സ് എല്ലാം കിട്ടിയിട്ടുണ്ട്. അതിന്റെ ലൊക്കേഷൻ ഞാൻ സാറിന് അയച്ചിട്ടുണ്ട്. ഓക്കെ. എഴുതുന്ന നിർത്തുന്നുണ്ടോ? എന്റെ മകളെ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് പറ. ആരാ നിങ്ങളുടെ ഈ മോള്? പൂജ ആരെന്ന് നിനക്കറിയില്ല അല്ലേ? ഓ, നിങ്ങളുടെ മോളുടെ പേര് പൂജ എന്നല്ലേ? അഭിനയിക്കരുത്. നീ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. എന്റെ മകള് പൂജയെ കാണാതായിരിക്കുന്നു എഴുതിയിരിക്കുന്നില്ലേ? ഞാനൊരു കഥ എഴുതിക്കൊണ്ടിരിക്കുന്നു. അതിൽ ക്യാരക്ടറിന്റെ പേരാ പൂജ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അത് നിങ്ങളുടെ മകളെന്നാണോ വിചാരിച്ചിരിക്കുന്നത്? അങ്ങനെ വിചാരിക്കരുത്. നിങ്ങളുടെ മോളെ കാണുന്നില്ലെങ്കിൽ നാട്ടിൽ പോയി അന്വേഷിക്കണം. ഇതൊക്കെ എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം? എന്റെ മകൾക്ക് എങ്ങാനും എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ,
ഇതുമായി ബന്ധപ്പെട്ട ഒരുത്തനെ ഞാൻ വിട്ടുവെക്കില്ല. മാഡം, ആർക്കെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ പോലീസ് സ്റ്റേഷനിലോട്ടാ പോകുന്നത്. പോലീസുകാർക്ക് പ്രശ്നം വന്നപ്പോ ഇങ്ങോട്ട് വന്ന എന്തിനാ? മാഡം ഇപ്പൊ മോളെ കാണുന്നില്ലെന്ന് പറഞ്ഞു. ഒരുപക്ഷെ കണ്ടു കിട്ടിയില്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞുകൊണ്ട് വന്ന് എന്നെ പ്രതിയാക്കാനായിരുന്നു. അതല്ലേ മാഡം? ഞാൻ എഴുതുന്നതുകൊണ്ട് എങ്ങനെയൊക്കെ നടക്കുന്നെങ്കിൽ ഇനി ഞാൻ എഴുതുന്നില്ല. സർ, പൂജയുടെ ബിലോങ്ങിങ്സ് എവിടെയാ? സർ അതാ അവിടെ. ഹിയർ സർ. വേറെന്തെങ്കിലും ലീഡ് കിട്ടിയായിരുന്നോ? യെസ് സർ, ദിസ് പ്ലേസ് ഹാസ് എ ക്രൈം ഹിസ്റ്ററി സർ. ഒരു വർഷം മുമ്പും ഇവിടെ ഒരു റേപ്പ് ഇൻസിഡന്റ് നടന്നിട്ടുണ്ട് സർ. ആ പെൺകുട്ടിയുടെ പേരും ജനനി സർ. ഫോറൻസിക്കൽ ഇൻഫോം ചെയ്തോ? സർ ഇൻഫോം ചെയ്തിട്ടുണ്ട് സർ. ദേ ആർ ഓൺ ദ വേ. സർ, പറയേ. സാർ, DGP മാഡം വന്നിട്ടുണ്ട്. എന്തിനാ വന്നത്? ഫോൺ കൊടുക്ക്. മാഡം, വിക്രം സാർ ലൈനിലുണ്ട്. ആ വിക്രം, മാഡം ഇപ്പൊ എന്തിനാ അങ്ങോട്ട് പോയത്? എന്റെ മകളെയാണ് കാണാതെ പോയിരിക്കുന്നത്. എനിക്ക് കുറച്ച് സമയം താ. മാമിന്റെ മോളെ കണ്ടുപിടിച്ച് തരേണ്ടത് എന്റെ ഉത്തരവാദിത്വമാ. ദയവ് ചെയ്ത് അവിടെ നിന്ന് പോകാമോ? വിക്രം, ഇവൻ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് കുറച്ച് സമയം തരുമോ? മതി. എന്തെങ്കിലും ചെയ്യും മാഡം. ആ, കുറച്ചു നേരം പുറത്ത് വെയിറ്റ് ചെയ്യ്. ഡോറ് ക്ലോസ് ചെയ്തേക്ക്. ഓക്കെ സാർ. നിങ്ങളെ കണ്ടിട്ടൊരു നല്ല മനുഷ്യനെ പോലെ തോന്നുന്നു. പക്ഷെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ദയവ് ചെയ്ത് എന്റെ മകൾ എവിടെയാണെന്ന് പറ പ്ലീസ്. നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ തരാം. ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യില്ല. പ്ലീസ്, എനിക്ക് വേണ്ടി എന്റെ മകളെ വിട്ടേക്കൂ.